ഓം ശാന്തി 29/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇത് മുന്നോട്ടുയരാനുള്ള സത്യമായ സത്സംഗമാണ്. നിങ്ങളിപ്പോൾ സത്യമായ ബാബയുടെ സംഘത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനാൽ അസത്യമായ സംഘത്തിലേക്ക് ഒരിക്കലും പോകരുത്. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ ബുദ്ധി എന്തിന്റെ ആധാരത്തിലാണ് സദാ പരിധിയില്ലാത്തതിൽ നിലനിൽക്കുന്നത്? ഉത്തരം: ബുദ്ധിയിൽ സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കണം. എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. സെക്കൻഡിന്റെ വ്യത്യാസം പോലും ഉണ്ടാവുക സാധ്യമല്ല. വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുക തന്നെ വേണം. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിയിൽ വരികയാണെങ്കിൽ ബുദ്ധി പരിധിയില്ലാത്തതിൽ നിലനിൽക്കും. ബുദ്ധി പരിധിയില്ലാത്തതിൽ നിലനിൽക്കുന്നതിന് എപ്പോഴും സ്മൃതിയിലുണ്ടാകണം, ഇപ്പോൾ വിനാശം സംഭവിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. പാവനമായി മാറിയതിനു ശേഷമേ നമ്മൾ വീട്ടിലേക്ക് പോകൂ. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. അറിവില്ലാത്തവർക്കാണ് മനസ്സിലാക്കി തരുന്നത്. സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നു, കാരണം കുട്ടികൾ അറിവില്ലാത്തവരാണ്. കുട്ടികൾ പഠിക്കുന്നതിലൂടെ എല്ലാം മനസ്സിലാക്കും. നിങ്ങൾ കുട്ടികളും പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നു. നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ഇതൊരിക്കലും മറക്കരുത്. പഠിപ്പിക്കുന്ന ടീച്ചർ സുപ്രീമായ ബാബയാണ്. അതിനാൽ ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കണം. ശ്രേഷ്ഠമായി മാറണം. സൂര്യവംശികളാണ് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം. തീർച്ചയായും ചന്ദ്രവംശികളും ശ്രേഷ്ഠരാണ്. പക്ഷെ ഇവർ ശ്രേഷ്ഠരിലും ശ്രേഷ്ഠരാണ്. നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി മാറാനാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമുക്ക് ഇവരെ പോലെയായി മാറണം. ഇങ്ങനെയുള്ള സ്കൂൾ 5000 വർഷങ്ങൾക്ക് ശേഷമാണ് തുറന്നിരിക്കുന്നത്. ഇത് സത്യവും സത്യവുമായുള്ള സംഘമാണ് എന്നത് മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സത്യമാണ് ഉയർന്നതിലും ഉയർന്നത്. നിങ്ങളുടെ സംഘം ആ സത്യവുമായി ആണ്. ബാബയിരുന്ന് സത്യയുഗത്തിലെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ദേവതയാക്കി മാറ്റുകയാണ്. അർത്ഥം പുഷ്പമാക്കുകയാണ്. നിങ്ങൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിലർ പെട്ടെന്ന് മാറും, ചിലർക്ക് സമയമെടുക്കും. കുട്ടികൾക്കറിയാം, ഇതാണ് സംഗമയുഗം. കുട്ടികൾക്ക് മാത്രമേ ഇതറിയൂ. നിശ്ചയമുണ്ട്, ഇത് പുരുഷോത്തമനായി മാറുന്നതിനുള്ള യുഗമാണ്. പുരുഷോത്തമൻ, അതും എങ്ങനെയുള്ളത്? ഉയർന്നതിലും ഉയർന്ന ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലെ മഹാരാജ മഹാറാണിയാകുന്നതിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത് പരിധിയില്ലാത്ത സത്യുഗത്തിന്റെ സുഖം നേടുന്നതിനാണ്. പരിധിയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നശിച്ചു പോകും. പരിധിയുള്ള അച്ഛൻ, സഹോദരൻ, അമ്മാവൻ, ചെറിയച്ഛൻ, പരിധിയുള്ള കാലണയുടെ സമ്പത്ത് എന്നിങ്ങനെ ഏതിലെല്ലാം മോഹം വെക്കുന്നുണ്ടോ അതെല്ലാം നശിക്കാനുള്ളതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ സമ്പത്തെല്ലാം പരിധിയുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്തതിലേക്ക് പോകണം. പരിധിയില്ലാത്ത സമ്പത്ത് നേടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം പരിധിയുള്ള സാധനങ്ങളാണ്. ശരീരവും പരിധിയുള്ളതാണ്. അസുഖം വരും, നശിച്ചു പോകും. അകാല മൃത്യു ഉണ്ടാകുന്നു. നോക്കൂ, ഇന്നത്തെ കാലത്ത് എന്തെല്ലാമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസും അത്ഭുതം കാട്ടുന്നു. മായയുടെ ഷോ എത്രത്തോളമാണ്. സയൻസ് വളരെയധികം ധൈര്യം കാണിക്കുന്നു.
ആരുടെ കയ്യിലാണോ വളരെയധികം കെട്ടിടങ്ങളും വാഹനങ്ങളും ഉള്ളത്, അവർ കരുതുന്നു ഞങ്ങൾക്കിത് സത്യയുഗമാണ് എന്ന്. സത്യയുഗത്തിൽ ഒരു ധർമ്മമേ ഉണ്ടാകൂ എന്നത് മനസ്സിലാക്കുന്നില്ല. അത് പുതിയ ലോകമാണ്. ബാബ പറയുന്നു, തീർത്തും വിവേകശൂന്യരാണ്. നിങ്ങൾ എത്ര വിവേകശാലിയായി മാറുന്നു. മുകളിലേക്ക് കയറുന്നു, പിന്നീട് ഏണിപ്പടി താഴേക്ക് ഇറങ്ങുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ വിവേകശാലികളായിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തെടുത്ത് വിവേകശൂന്യരായി മാറി. വീണ്ടും ബാബ വന്ന് വിവേകശാലിയാക്കി മാറ്റുന്നു. അതിനെയാണ് പവിഴബുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ പവിഴബുദ്ധികളും വിവേകശാലികളുമായിരുന്നു. ഗീതവുമുണ്ടല്ലോ, ബാബ അങ്ങ് നൽകുന്ന സമ്പത്തിനാൽ മുഴുവൻ ഭൂമിക്കും ആകാശത്തിനും അധികാരിയായി ഞങ്ങൾ മാറുന്നു. അതാർക്കും ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കില്ല. ആർക്കും കൈവശപ്പെടുത്തുവാൻ സാധിക്കില്ല. ബാബ വളരെയധികം നൽകുന്നു. ഇതിലും കൂടുതലായി ആർക്കും സഞ്ചി നിറച്ചു തരാൻ സാധിക്കില്ല. നമ്മൾ പകുതി കൽപ്പം ഓർമ്മിച്ചത് ആരെയാണോ ആ ബാബയെ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ദുഃഖത്തിൽ ഓർമ്മിച്ചിരുന്നല്ലോ. എപ്പോൾ സുഖം ലഭിക്കുന്നോ പിന്നീട് ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു. അയ്യോ രാമ, ഇങ്ങനെ അനേകം പ്രകാരത്തിൽ വിളിക്കുന്നു. സത്യയുഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാക്കും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഇവിടേക്ക് വന്നത് ബാബയുടെ സന്മുഖത്തിരുന്ന് പഠിക്കാനാണ്. ബാബയിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നു. ബാബ ഇൻഡയറക്റ്റായി ജ്ഞാനം നൽകുന്നില്ല. ജ്ഞാനം നേരിട്ടാണ് ലഭിക്കുന്നത്. ബാബയ്ക്ക് വരേണ്ടി വരുന്നു. പറയുന്നു, മധുരമധുരമായ കുട്ടികളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നെ വിളിക്കുന്നു, അല്ലയോ ബാബ്ദാദ. ബാബയും പ്രതികരിക്കുന്നു, അല്ലയോ എന്റെ മക്കളെ, ഇപ്പോൾ നല്ല രീതിയിൽ എന്നെ ഓർമ്മിക്കൂ. മറന്നു പോകരുത്. മായയുടെ വിഘ്നങ്ങൾ അനേകം വരും. നിങ്ങളുടെ പഠിപ്പിനെ മുടക്കി നിങ്ങളെ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരും. അതിനാൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കൂ. ഇത് മുകളിലേക്ക് കയറുന്നതിനുള്ള സത്യമായ സത്സംഗമാണ്. ബാക്കി ആ സത്സംഗങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങുന്നതിനുള്ളതാണ്. സത്യമായ സംഘം ഒരു തവണ മാത്രമാണ് ഉണ്ടാകുന്നത്. അസത്യമായ സംഘം അനേക ജന്മങ്ങളിൽ അനേകം തവണ ഉണ്ടാകുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. എവിടെയാണോ അപ്രാപ്തമായി ഒരു വസ്തുവുമില്ലാത്തത് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോകണം. അതിനാണ് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. അവിടെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ സുഖധാമത്തിലേക്ക്. സുഖധാമം നിങ്ങളുടേത് തന്നെ ആയിരുന്നു. ഇപ്പോൾ ദുഃഖധാമത്തിലാണ്. ബാബ വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. അത് തന്നെ ഓർമ്മിക്കൂ. നമ്മുടെ വീട് ശാന്തിധാമമാണ്. അവിടെ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് വരും. നിങ്ങളല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് ഓർമ്മിക്കുന്നത്. നമ്മൾ ആദ്യം സുഖത്തിലേക്ക് പോകുന്നു, പിന്നീട് ദുഃഖത്തിലേക്കും. കലിയുഗത്തിൽ സുഖധാമം ഉണ്ടാകില്ല. സുഖം ലഭിക്കുന്നതേയില്ല. അതുകൊണ്ടാണ് സന്യാസിമാർ സുഖം കാകവിഷ്ട സമാനമെന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബാബ വന്നിരിക്കുന്നു. പതീതരായ നമ്മളെ പാവനമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകും. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് പാവനമായി മാറുന്നത്. യാത്രയിൽ വളരെയധികം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. ചിലർക്ക് അസുഖങ്ങൾ വരുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. ഇതും അങ്ങനെയാണ്.
ഇതാണ് ആത്മീയ യാത്ര. അന്തിമ സമയത്തെ സങ്കല്പം പോലെ ഗതിയുണ്ടാകും. നമ്മൾ നമ്മുടെ ശാന്തിധാമത്തിലേക്ക് പോവുകയാണ്. വളരെ സഹജമാണ്. പക്ഷെ മായ വളരെയധികം മറവിയുണ്ടാക്കുന്നു. നിങ്ങളുടെ യുദ്ധം മായയുമായി ആണ്. ബാബ വളരെ സഹജമാക്കി മനസ്സിലാക്കി തരുന്നു. നമ്മളിപ്പോൾ ശാന്തിധാമത്തിലേക്ക് പോവുകയാണ്. ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. പവിത്രമായി മാറുന്നു. 3-4 കാര്യങ്ങൾ മുഖ്യമാണ്. അത് ബുദ്ധിയിൽ വെക്കണം. വിനാശം ഉണ്ടാവുക തന്നെ വേണം. 5000 വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ പോയിരുന്നു. പിന്നീട് ആദ്യം നമ്മൾ തന്നെയാണ് വരുന്നത്. ഗീതവുമുണ്ടല്ലോ, രാമനും പോയി, രാവണനും പോയി. എല്ലാവർക്കും ശാന്തിധാമത്തിലേക്ക് പോവുക തന്നെ വേണം. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ പഠിപ്പിന്റെ ആധാരത്തിൽ പദവി നേടുന്നു. നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം മുന്നിലുണ്ട്. ചിലർ എനിക്ക് സാക്ഷാത്കാരം ലഭിക്കണം എന്ന് പറയാറുണ്ട്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം സാക്ഷാത്കാരമല്ലാതെ പിന്നെന്താണ്? ഇതല്ലാതെ മറ്റാരുടെ സാക്ഷാത്കാരമാണ് ചെയ്യേണ്ടത്? പരിധിയില്ലാത്ത ബാബയുടെയോ മറ്റ് സാക്ഷാത്കാരങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ബാബയുടെ സാക്ഷാത്കാരം എടുക്കാൻ ആഗ്രഹിക്കുന്നു. ബാബയേക്കാൾ മധുരമായി മറ്റൊരു വസ്തുവുമില്ല. ബാബ ചോദിക്കുന്നു, മധുരമായ മക്കളെ, ആദ്യം തന്റെ സാക്ഷാത്കാരം ചെയ്തോ? ആത്മാവ് പറയുന്നു, ബാബയുടെ സാക്ഷാത്കാരം ചെയ്യണം. എങ്കിൽ ആദ്യം തന്റെ സാക്ഷാത്കാരം ചെയ്തോ? ഇത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഇപ്പോൾ അറിവ് ലഭിച്ചു. നമ്മൾ ആത്മാക്കളാണ്. നമ്മുടെ വീട് ശാന്തിധാമമാണ്. അവിടെ നിന്ന് നമ്മൾ ആത്മാക്കൾ പാർട്ട് അഭിനയിക്കാനായി വരുന്നു. ഡ്രാമയുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ആദ്യം സത്യുഗത്തിന്റെ തുടക്കത്തിൽ വരുന്നു. ആദിയുടെയും അന്ത്യത്തിന്റെയും ഇടയിലുള്ള ഈ സമയം പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ ബ്രാഹ്മണർ മാത്രമേ ഉണ്ടായിരിക്കൂ, മറ്റാരും ഉണ്ടാകില്ല. കലിയുഗത്തിൽ അനേക ധർമ്മങ്ങളും കുലങ്ങളും ഉണ്ട്. സത്യുഗത്തിൽ ഒരേ ഒരു വംശമേ ഉണ്ടാകൂ. ഇത് സഹജമല്ലേ? ഈ സമയം നിങ്ങൾ സംഗമയുഗി ഈശ്വരീയ പരിവാരത്തിലേതാണ്. നിങ്ങൾ സത്യയുഗിയുമല്ല, കലിയുഗിയുമല്ല. ഇതുമറിയാം. കൽപ്പകൽപ്പം ബാബ വന്ന് ഈ പഠിപ്പ് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇതായിരിക്കണം സ്മൃതിയിൽ വരേണ്ടത്. ശാന്തിധാമം, സുഖധാമം, പിന്നെ ഇത് ദുഃഖധാമം. ബുദ്ധി കൊണ്ട് ഈ ദുഃഖധാമത്തോട് വൈരാഗ്യം വേണം, അല്ലെങ്കിൽ സന്യാസം ചെയ്യണം. അവർ സന്യാസം ചെയ്യുന്നത് ബുദ്ധി കൊണ്ടല്ല. അവിടെ വീട് ഉപേക്ഷിച്ച് സന്യാസം ചെയ്യുന്നു. നിങ്ങളോട് ബാബ വീടുപേക്ഷിക്കാൻ ഒരിക്കലും പറയില്ല. ഭാരതത്തിന്റെ സേവനം ചെയ്യുക അല്ലെങ്കിൽ തന്റെ സേവനം ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. വീട്ടിലും സേവനം ചെയ്യാൻ സാധിക്കും. പഠിക്കാനായി തീർച്ചയായും വരണം. പിന്നീട് സമർത്ഥനായി മാറി മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റണം. സമയം കുറച്ചേയുള്ളൂ. വളരെ കാലം കടന്നുപോയി, കുറച്ചേ ബാക്കിയുള്ളൂ എന്ന് ഗീതവുമുണ്ട്. ലോകത്തിലുള്ള മനുഷ്യർ ഘോര അന്ധകാരത്തിലാണ്. ഇനിയും 40,000 വർഷം ബാക്കിയുണ്ട് എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ, ഇപ്പോൾ സമയം കുറച്ചേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് പരിധിയില്ലാത്തതിൽ നിലനിൽക്കണം. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കണം. ആരാണോ സത്യയുഗത്തിലേക്ക് പോകുന്നവർ അവരെ വന്ന് പഠിക്കൂ. നിങ്ങൾ അനേക തവണ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വർഗം സ്ഥാപിക്കുകയാണ് ശ്രീമതം അനുസരിച്ച്. ഇതുമറിയാം, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ വരുന്നത് ഭാരതത്തിലാണ്.
കൽപ്പം മുമ്പും വന്നിരുന്നു. നിങ്ങൾ പറയും, കൽപ്പകൽപ്പം ബാബ ഇതുപോലെ വരുന്നുണ്ട്. പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം ഇതുപോലെ സ്ഥാപന ചെയ്യും. വിനാശവും നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ എല്ലാം പതിയുന്നു. സ്ഥാപന, വിനാശം, പിന്നീട് പാലന എന്നീ കർത്തവ്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മുൻപ് അറിവില്ലായിരുന്നു. ബാബയെ അറിയുന്നതിലൂടെ, ബാബയിലൂടെ നിങ്ങളെല്ലാം അറിയുന്നു. വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും യഥാർത്ഥ രീതിയിൽ നിങ്ങൾ അറിയുന്നുണ്ട്. മനുഷ്യൻ തമോ പ്രധാനത്തിൽ നിന്ന് എങ്ങനെയാണ് സത്തോ പ്രധാനമായി മാറുന്നത്? ഇത് ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങളിനി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ പവിഴ ബുദ്ധികളാകുന്നു. സത്യയുഗത്തിൽ പവിഴ ബുദ്ധി ആയിരിക്കും. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇപ്പോൾ നിങ്ങൾ കല്ല് ബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധി ആകുകയാണ്. ഇതിനെ ഗീത എപ്പിസോഡ് എന്നും പറയും. ഗീത സ്വയം ഭഗവാനാണ് കേൾപ്പിക്കുന്നത്, മനുഷ്യനല്ല കേൾപ്പിക്കുന്നത്. നിങ്ങൾ ആത്മാക്കൾ കേൾക്കുന്നു, പിന്നീട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. വൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ സൂര്യവംശത്തിന്റെയും ചന്ദ്രവംശത്തിന്റെയും സ്ഥാപന ചെയ്യുകയാണ്. ആരിലൂടെ? ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലത്തിലെ ബ്രാഹ്മണരിലൂടെ. ബാബ ശ്രീമതം നൽകുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹൃദയത്തിൽ കുറിച്ചുവെക്കണം. ഇത് വളരെ സഹജമാണ്. ഇത് ദുഃഖധാമമാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. കലിയുഗത്തിനു ശേഷമാണ് സത്യയുഗം. കാര്യം വളരെ ചെറുതും സഹജവുമാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും കുഴപ്പമൊന്നും തന്നെയില്ല. ആർക്കാണോ വായിക്കാൻ അറിയാവുന്നത് അവരിൽ നിന്ന് കേൾക്കണം. ശിവബാബ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. ഇപ്പോൾ ബാബയിൽ നിന്ന് സമ്പത്ത് നേടണം. ബാബയിൽ നിശ്ചയമുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ഉള്ളിൽ മുറിയാതെ ജപം നടന്നുകൊണ്ടിരിക്കണം. ശിവബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖം, സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കുകയാണ്. അതിനാൽ ശിവബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. എങ്ങനെയാണോ പരിധിയുള്ള ജന്മാവകാശം ലഭിക്കുന്നത്, അതുപോലെ ഇത് പരിധിയില്ലാത്ത ജന്മ അവകാശമാണ്. ശിവബാബയിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ വിശ്വരാജ്യവും ലഭിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലാക്കി കൊടുക്കണം. ബാബയിൽ നിന്ന് ജന്മാവകാശം പ്രാപ്തമാക്കുന്നതിനുള്ള അവകാശം ഓരോ ആത്മാവിനും ഉണ്ട്. തീർച്ചയായും കൽപ്പകൽപ്പം എടുക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ മുക്തിയുടെ സമ്പത്താണ് നേടുന്നത്. ആർക്കാണോ മുക്തിയുടെ സമ്പത്ത് ലഭിക്കുന്നത് അവരും തീർച്ചയായും ജീവൻ മുക്തിയിലേക്ക് വരും. ആദ്യ ജന്മം സുഖമുള്ളതായിരിക്കും. നിങ്ങളുടേത് 84 ജന്മങ്ങളാണ്. ഈ മുഴുവൻ ജ്ഞാനവും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മറക്കരുത്. ദേഹധാരിക്ക് ഒരിക്കലും ജ്ഞാനം നൽകാൻ കഴിയില്ല. അവരിൽ ആത്മീയ ജ്ഞാനം ഉണ്ടാകില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, പരസ്പരം സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കൂ. ബാക്കി എത്ര മനുഷ്യരുണ്ടോ അവർക്കാർക്കും ഈ പഠിപ്പ് ലഭിക്കുന്നില്ല. നന്നായി ഗീത കേൾപ്പിക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെ വാക്കുകളാണ്. കാമം മഹാശത്രുവാണ്. ഇതിനുമേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗജ്ജീത്തായി മാറും എന്ന്. പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഭഗവാൻ സത്യമാണ്. ദേവതകളും ഭഗവാനിൽ നിന്ന് സത്യം പഠിച്ചിട്ടുണ്ട്. കൃഷ്ണനും ഈ പദവി എവിടെ നിന്നാണ് നേടിയത്?
ലക്ഷ്മി നാരായണന്മാർ എവിടെ നിന്നുണ്ടായി? എന്ത് കർമ്മം ചെയ്തു? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിരാകാരനായ ബാബ ബ്രഹ്മബാബയിലൂടെ അവരെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ പഠിപ്പിച്ചു. ഇത് സൃഷ്ടിയല്ലേ? ഇപ്പോൾ നിങ്ങൾ പ്രജാപിത ബ്രഹ്മകുമാരന്മാരും കുമാരിമാരുമാണ്. ആത്മീയ പിതാവിന്റെ ജ്ഞാനം നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞു. ഉയർന്നതിലും ഉയർന്നത് ആ നിരാകാരനാണ്. ബാബയ്ക്ക് സാകാര രൂപമില്ല. ബാക്കി ആരെയെല്ലാം കാണുന്നുണ്ടോ അവരെല്ലാം സാകാരമാണ്. ക്ഷേത്രങ്ങളിലും ശിവലിംഗമാണ് വെക്കുന്നത്. അർത്ഥം ബാബയ്ക്ക് ശരീരമില്ല. ഭഗവാൻ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നല്ല. ബാക്കി എല്ലാ ദേഹധാരികൾക്കും പേരുണ്ട്, ജാതകമുണ്ട്. ശിവബാബ നിരാകാരനാണ്. ബാബയ്ക്ക് ജാതകമില്ല. കൃഷ്ണനാണ് നമ്പർ 1. ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. ശിവബാബയാണ് നിരാകാരൻ, മംഗളകാരി. ബാബ വരുന്നുവെങ്കിൽ തീർച്ചയായും സമ്പത്തും നൽകും. ബാബയുടെ പേര് ശിവൻ എന്നാണ്. ബാബ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. മൂന്നും ഒരാൾ തന്നെയാണ്. എത്ര നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ദുഃഖധാമത്തെ ബുദ്ധികൊണ്ട് സന്യാസം ചെയ്ത് ശാന്തിധാമത്തെയും സുഖധാമത്തെയും സ്മൃതിയിൽ വയ്ക്കണം. ഭാരതത്തിന്റെ അല്ലെങ്കിൽ തന്റെ സത്യമായ സേവനം ചെയ്യണം. എല്ലാവർക്കും ആത്മീയ ജ്ഞാനം കേൾപ്പിക്കണം. 2. തന്റെ സത്യയുഗി ജന്മസിദ്ധ അധികാരത്തെ പ്രാപ്തമാക്കുന്നതിനായി ഒരേ ഒരു ബാബയിൽ പൂർണമായി നിശ്ചയം വെക്കണം. ഉള്ളിന്റെ ഉള്ളിൽ മുറിയാത്ത ജപം നടന്നുകൊണ്ടിരിക്കണം. പഠിപ്പ് തീർച്ചയായും ദിവസവും പഠിക്കണം. വരദാനം: സർവസംബന്ധങ്ങളുടെയും അനുഭൂതിയോടൊപ്പം പ്രാപ്തികളുടെ സന്തോഷത്തിന്റെ അനുഭൂതി ചെയ്യുന്ന തൃപ്ത ആത്മാവായി ഭവിക്കട്ടെ. ആരാണോ സത്യമായ പ്രിയതമകൾ, അവർ ഓരോ പരിതസ്ഥിതികളിലും ഓരോ കർമ്മത്തിലും സദാ പ്രാപ്തിയുടെ സന്തോഷത്തിലിരിക്കുന്നു. പല കുട്ടികളും ഈ ഒരു അനുഭവം ചെയ്യുന്നുണ്ട്. അതെ, ബാബ എന്റെ അച്ഛനാണ്, പ്രിയതമനാണ്, കുട്ടിയാണ് എന്ന്. എന്നാൽ ആഗ്രഹിക്കുന്നത്ര പ്രാപ്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ അനുഭൂതിയോടൊപ്പം സർവസംബന്ധങ്ങളുടെ പ്രാപ്തിയുടെ തിരിച്ചറിവും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള പ്രാപ്തി അല്ലെങ്കിൽ അനുഭൂതി ചെയ്യുന്നവർ സദാ തൃപ്തമായിരിക്കുന്നു. അവർക്ക് ഒരു കാര്യത്തിലും അപ്രാപ്തിയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. എവിടെ പ്രാപ്തിയുണ്ടോ അവിടെ തൃപ്തി ഉണ്ടാകുന്നു. സ്ലോഗൻ: നിമിത്തമായി തീരൂ, എന്നാൽ സേവനത്തിന്റെ സഫലതയുടെ പങ്ക് ലഭിക്കുന്നു. ഓം ശാന്തി.